ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇനിയേ നീ ഒളിക്കാനും മറയ്ക്കാനും ഒന്നും നോക്കണ്ട. തെളിവുകളെല്ലാം നിനക്കെതിരാ. ഇവളടക്കോ തുറന്നു പറഞ്ഞു കഴിഞ്ഞു. ഇനിയും നീ ഞങ്ങളോട് സഹകരിക്കാതെ മുന്നോട്ട് പോകാനാണ് ഉദ്ദേശമെങ്കിൽ ഞങ്ങൾക്ക് ബലം പ്രയോഗിക്കേണ്ടി വരും. അതെ, ഈ പ്രായമായ നിന്റെ അച്ഛനും അമ്മയ്ക്കും ബുദ്ധിമുട്ടുണ്ടാകും. വെറുതെ അതിന് ഇടവരുത്തണോടാ? അതോ ഈ മര്യാദരാമന്റെ മുഖം മൂടി വെച്ചുകൊണ്ട് നല്ല അനുസരണയുള്ള കുട്ടിയെ പോലെ ജീപ്പിലേക്ക് കയറുന്നോ? ചന്ദ്രബോസെ, ഞാൻ പിന്നെയും പറയാ, എനിക്ക് ഈ സ്വർണത്തെ കുറിച്ച് ഒന്നും അറിയില്ല. ഇത് വേറെ സാറേ, എന്റെ മനം ചെയ്യല്ലേ. അവൻ തെറ്റുകാരനല്ല സാറേ. നീ എന്റെ അച്ഛനെ കേസുകൾ ഓരോന്നെ കുന്നുകൂട്ടി എടുക്കാതോടാ നീ. എടാ, ഈറ്റിലെത്തി കയറുന്നതിന് മുമ്പ് നാട്ടിലുള്ള അടിമുഴി എരുന്ന് വാങ്ങിച്ചിട്ട് കയറത്തോളം നിർബന്ധത്തോട്ടാണ് നിനക്ക്. എടാ, ഈ സ്വർണം കെട്ട കേസ് വന്ന് നിൽക്കുന്നതേ ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലാ. അവളെ കല്യാണം കൂടെ മുടങ്ങിയ പിന്നെ ആ ഒരു ശാപവും കൂടി നിന്റെ തലയിൽ വീഴും. എടാ, ഇതൊക്കെ അനുഭവിച്ചു തീർക്കാനേ വിഷ്ണു എന്നുള്ള പേര് മാത്രമേ നിനക്കുള്ളൂ. അല്ലാതെ അങ്ങനെ 10 അവതാരമൊന്നും നിനക്കില്ല കേട്ടടാ. അതൊക്കെ കഥകളില്, ഇതൊക്കെ ജീവിതമാടാ. ഇതൊക്കെ ഇതിൽ കുറെ അധികം കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതേ ഞങ്ങളെ പോലുള്ളവരാ. എടാ, ഇവിടെ സൃഷ്ടിയും പരിപാലനവും പിന്നെ ഏറ്റവും ശ്രദ്ധേയമായ നിഗ്രഹമൊക്കെ ഉണ്ടല്ലോ. എടാ, അതൊക്കെ ചെയ്യുന്നത് ഞങ്ങളെ പോലെ കാക്കിയിട്ട പോലീസ് ഉദ്യോഗസ്ഥരാ. അതുകൊണ്ട് ഇനി നിന്റെ മുമ്പിൽ ഒരു രക്ഷയുമില്ല. ഇനി രക്ഷിക്കാനായിട്ട് ഒരു പുതുവെളിച്ചം നിന്നെ തേടി വരികയില്ല. ഇത് പറയുന്നത് ചന്ദ്രബോസാടാ, ACP ചന്ദ്രബോസ്. ഇതൊക്കെ കാണട്ടടാ. ഞാൻ പൂട്ടിയ ഈ പൂട്ടിൽ നിന്ന് നിന്നെ രക്ഷിച്ചോട്ട് പോകാൻ വരുന്ന എന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിക്കാൻ കഴിവുള്ള ഏത് അവതാരമാണെന്ന് ഞാനൊന്ന് കാണട്ടെ. എടാ, ചന്ദ്രബോസിന്റെ തലയ്ക്കും ഇതേ പറക്കാൻ കഴിവുള്ള അങ്ങനെ ഒരു അവതാരമുണ്ടെങ്കിൽ അതെനിക്കൊന്ന് കാണണം. ഞാൻ വിളിക്കുന്ന ഈശ്വരന്മാര് എന്നെ കാക്കുന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ലാത്ത കാലത്തോളം ചന്ദ്രബോസെ, നിന്റെ ഒരു പൂട്ട് എന്റെ കയ്യിൽ വീഴില്ലടാ. മഹാവിഷ്ണുവിന്റെ 10 അവതാരത്തെയല്ലേ നീ വെല്ലുവിളിച്ചത്? ആ അവതാരങ്ങളല്ല ഈ ഭൂമി ജനിച്ചത് നിന്നെ പോലുള്ള കാട്ടാള കൂട്ടങ്ങളെ നിഗ്രഹിക്കാൻ വേണ്ടിട്ടാടാ. ആ ഒരു കൂട്ടായ ശക്തിയുടെ പിൻബലമുള്ളോണ്ട് ഞാൻ പറയാ, എന്റെ രക്ഷ അത് വരും. ഇനി അത് ആര് തടുത്താലും. നീ ഇപ്പൊ ഇവിടെ വലിയ പെർഫോമൻസ് കാണിച്ചല്ലോ, എന്നിട്ട് ഞാനിവിടെ ഈ പന പോലെ നിൽക്കുന്നത് എന്താന്ന് പറയണ? തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള ഉത്തമ ബോധ്യമുള്ളതുകൊണ്ട്